അങ്ങനെ നമ്മുടെ ശ്രുതി എല്ലാവർക്കും വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിലേക്ക് എല്ലാവർക്കും എത്തിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ചോദിക്കേണ്ടത് എവിടെ നമ്മുടെ സച്ചി രേവതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയേണ്ടത് അവർ മേലെ റൂമിലാണ്, അവർ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നീ അവർക്കുള്ള ഭക്ഷണം മേലെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത്. ശ്രുതിയാണെങ്കിൽ ആ മേലെ കൊണ്ടുപോയി കൊടുക്കണം ആലോചിക്കുമ്പോൾ നമ്മൾ ശ്രുതി ചന്ദ്രോട് പറയേണ്ടത് വേണ്ട, ഞാൻ അവരെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ശ്രുതി വിളിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിയുടെ വിളി കേട്ടിട്ട് നമ്മുടെ സച്ചി രേവതി താഴെ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായിലേക്കാണെങ്കിൽ വെക്കാൻ കൊള്ളണില്ല. കേട്ടിൽ ഉപ്പ് അധികം ഇട്ടിട്ടും മുളക് പൊടി അധികം ഇട്ടിട്ടും അയ്യോ അവരൊക്കെ ആകെപ്പാടെ തുപ്പിയിട്ട് എങ്ങനെയെങ്കിലും. ആ സമയത്ത് നമ്മുടെ രവി പറയുന്നത് മോളെ, എൻ്റെ പൊന്നു മോളെ, നാളെ മുതൽ നീ ഭക്ഷണം ഉണ്ടാക്കണ്ട, ആ രേവതി ഉണ്ടാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും, ഇനി ഒരു ജോലിയും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് അപ്പോഴേക്ക് നമ്മൾ ചന്ദ്ര പറയണ്ട അങ്ങനെ നീ സൂഹിക്കേണ്ട, നീ എല്ലാവരുടെ തുണിയും പോയി അലക്ക് എന്ന് പറയുന്നുണ്ട്. എല്ലാവരുടെ തുണിയോട് വേഗം എടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ സച്ചിടി രേവതി എവിടെ തുണിയെന്ന് ചോദിക്കേണ്ടത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതി വിചാരിക്കേണ്ടത് എന്താ നമ്മുടെ ചന്ദ്രയ്ക്ക് പറ്റിയെന്നൊക്കെ വിചാരിക്കേണ്ടത്. സച്ചിയോട് രേവതിയോടും പറഞ്ഞിട്ട് പോയി നിങ്ങളുടെ തുണി എടുത്ത് വന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ എന്തായാലും അവരുടെ തുണികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അവൾ വേഗം ഇതൊക്കെ അലക്ക് കല്ലുമ്മിലേക്ക് എടുത്തിട്ട് അലക്കാൻ നോക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി അവിടേക്ക് വരുന്നത്. ശ്രുതി ഇതൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാതെ സങ്കടം തോന്നിയിട്ട് ശ്രുതി പറയുന്നത് മാറി, ഞാൻ തുണിയൊക്കെ അലക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് തുണിയൊക്കെ അലക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സച്ചി ഇവരൊന്ന് കുടുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം നമ്മുടെ ചന്ദ്രയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ വരും അമ്മയ്ക്ക് ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും ആ ശ്രുതി ഇങ്ങനെ അലക്കണ കണ്ടുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയണ്ടാ നിന്നെ ഞാൻ കാണിച്ചു തരാം, നീ അവിടുന്ന് മാറടാന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കണത്.